അത്തിയുല്ലാഹ വർ-റസൂൽ, അത്തിയുല്ലാഹ വർ-റസൂൽ, വമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, അത്തിയുല്ലാഹ വറസൂലഹു വമൻ യുതിഇല്ലാഹ വർ-റസൂൽ വമൻ യുതിഇല്ലാഹ വറസൂലഹു. ഇല്ല, അള്ളാഹ്ക്ക് അതിൽ യാതൊരു ഇടങ്ങേറും വന്നിട്ടില്ല. അള്ളാഹിന്റെ അനുസരണത്തിന്റെ കൂടെ തന്നെ, അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ കൂടെ തന്നെ അവന്റെ പ്രവാചകനായ നിരക്ഷരനായ എഴുതാനും വായിക്കാനും അറിയാത്ത ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ചേർക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു വിഷമമുണ്ടായിട്ടില്ല. അപ്പൊ അനുസരണം എന്ന് എവിടെ പറഞ്ഞു അവിടെ മുഴുവൻ അള്ളാഹു അല്ലാത്തവരുടെ പേരുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കണം, അതുപോലെ അനുസരണങ്ങൾ. അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവോ റസൂലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി, നമ്മൾ സ്വീകരിക്കണം. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അടിമവേല, അള്ളാഹുവിന് മാത്രമേ അടിമയാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അടിമവേല അനുവദനീയമാണ്. അടിമക്ക് മുസ്ലിമാകാം. യജമാനുള്ള അടിമവേലയും അള്ളാഹുവിനുള്ള അടിമത്തവും ഒരുപോലെ കൊണ്ടു നടന്നാൽ 2 കൂലി എന്നാ പറഞ്ഞത്. അടിമവേല അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ ശിർക്കാണെങ്കിൽ പിന്നെ കൂലിട്ടോ? ശിർക്ക് ചെയ്തോന് കൂലിയുണ്ടോ? മൊഹീദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചവൻ 1000 കൊല്ലം നിസ്കരിച്ചാലും സക്കാത്ത് കൊടുത്താലും നോമ്പ് നോറ്റാലും ഹജ്ജും ആരാധനകളും അനുഷ്ഠാനങ്ങൾ നിർവഹിച്ചാലും കൂലി കിട്ടൂലല്ലോ. എന്നാൽ അള്ളാഹു അല്ലാത്തവർക്ക് അടിമയായ ആൾക്ക് അള്ളാഹുവിന്റെ കൂടി അടിമയാവുകയാണെങ്കിൽ, അള്ളാഹുവിനുള്ള അടിമത്തവും അള്ളാഹു അല്ലാത്തവർക്കുള്ള അടിമവേലയും കൊണ്ടു നടക്കുകയാണെങ്കിൽ 2 കൂലി. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യുദ്ധത്തിന് പോകേണ്ട ആവശ്യവും ഹജ്ജും ഉമ്മാനെ നോക്കേണ്ട പണിയില്ലായിരുന്നെങ്കിൽ ഒരടിമയായി ജനിക്കുവാൻ, അടിമയായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന്. നോക്കണം, എന്താ 2 കൂലിയിൽ. നമ്മളിപ്പോ നിസ്കരിച്ച് 1 കൂലിയേ ഉള്ളൂ. എന്നാൽ ബിലാൽ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോൾ 2 കൂലിയാണ്. എല്ലാ ദിവസവും ഞമ്മക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി 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 കിട്ടുകയാണ്. അല്ലേ? എന്താ കാരണം? അള്ളാഹു അന്ന് അടിമയായിരുന്ന സമയത്ത് പിന്നല്ല. അതുപോലെ അടിമകൾ പലരും ഉണ്ടായിരുന്നു. ഒരുപാട് അടിമകൾ മരണം വരെ അടിമകളായ ആളുകളുണ്ടായിരുന്നു. എന്താണ് കാരണം? അള്ളാഹുവിന്റെ അടിമയായി, ഒപ്പം യജമാനിന്റെ അടിമയുമായി. യജമാനുള്ള അടിമവേല എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. അതിനിടയിൽ അള്ളാഹുവിനുള്ള അടിമത്തം, അള്ളാഹുവിന്റെ അനുസരണവും റസൂലിനുള്ള അനുസരണവും ഒക്കെ കൊണ്ടു നടക്കുക എന്നുള്ള പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് 2 കൂലി കിട്ടുന്നു. അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്കുള്ള അടിമവേല തെറ്റാണെങ്കിൽ, ശിർക്കാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയല്ലല്ലോ പറയുക. അടിമകളെ പറ്റിയുള്ള നിയമങ്ങൾ ഖുർആനിലുണ്ട്. എന്ത്? ഡസൻ കണക്കിന് നിയമങ്ങളുണ്ട് അടിമകളെ പറ്റിയുള്ള നിയമങ്ങൾ. ഔ മാ മലക്കത ഐമാനുക്കും അടിമകളെ പറ്റിയാണ്. അബ്ദുൻ മുഅ്മിനുൻ അമത്തുൻ മുഅ്മിനത്തുൻ അടിമകളെ പറ്റിയുള്ള നിയമമാണ്. തഹരീറു റഖബത്തി മുഅ്മിന അടിമത്ത മോചനം, ഫക്കു റഖബ അടിമത്ത മോചനം നിയമങ്ങളാണ്. ഡസൻ കണക്കിന് നിയമങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്കുള്ള അടിമവേല ശിർക്കോ തെറ്റോ കുഫ്റോ മോശമോ ആണെങ്കിൽ, ഇങ്ങനെ മോശപ്പെട്ട ഒരു കാര്യത്തിന് നിയമം ഉണ്ടാക്കുവോ? സ്ത്രീധനം വാങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണമെന്ന് പറയോ അള്ളാഹു? പറയോ? ഇല്ല, അതൊരു വടക്ക് പണിയാണ്. കള്ളുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലണമെന്ന് പറയോ? ഇല്ല. അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്കുള്ള അടിമവേല അനുവദനീയമാണ്. അള്ളാഹു അല്ലാത്തവർക്കുള്ള അനുസരണം അനുവദനീയമാണ്, ചിലപ്പോൾ നിർബന്ധമാണ്. അല്ലേ? എന്നാൽ അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കുന്നിടത്ത് പടച്ചവന്റെ കൽപ്പനക്കെതിരായി ഒരു പടപ്പിനെയും അനുസരിക്കാൻ പാടില്ല. അത് നമ്മളെ മാപ്പിളാരും മുജാഹിദീങ്ങൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ലേ? ആരെ അനുസരിക്കണ? പടച്ചവനെയാ? തടി ഓടിക്കുമ്പോ അല്ല, റസൂലിനെയാ? അല്ല. പിന്നെ ആരെ അനുസരിക്കണത്? ദേഹത്തെ, അല്ലെങ്കിൽ ഭാര്യയെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, അല്ലേ? അല്ലെങ്കിൽ പിശാചിനെ? കഫറായോ മുശ്രിക്കായോ? ഇല്ല. സ്ത്രീധനം വാങ്ങുന്ന കള്ളൻ ആരെ അനുസരിക്കുന്നത്? അള്ളാനെയാ? അല്ല. റസൂലിനെയാ? അല്ല. ഇബ്ലീസിനെ. ആരാ ഇബ്ലീസ്? ബാപ്പയോ ജ്യേഷ്ഠനോ അളിയനോ ആരെങ്കിലോ? ഇല്ലേ? കാഫറാവോ മുശ്രിക്കാവോ? ഇല്ല. അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്കുള്ള അനുസരണം, അതിന്റെ വിധി എന്താണ്? അനുസരണം ഒരു കാലിച്ചാക്കാണ്. ചാക്കിൽ മുളക് നിറച്ചാൽ മുളകും ചാക്ക്, പഞ്ചാര നിറച്ചാൽ പഞ്ചാര ചാക്ക്, അരി നിറച്ചാൽ അരിച്ചാക്ക്. അത് എറുമ്പ് വരാതെക്കാൻ വേണ്ടിയിട്ട് അരിച്ചാക്കുമ്പോൾ മുളകും ചാക്ക് നീതിയേക്കേണ്ട ആവശ്യമൊന്നുമില്ല. വരണ്ട എറുമ്പൊക്കെ വരും. അല്ലേ? അതായത് ശിർക്കല്ലാത്ത ശിർക്കാവൂല, ശിർക്കാകുന്നത് ആകാതിരിക്കൂല. അപ്പോൾ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഒരു ഫർള് ചെയ്താൽ അത് ഫർളിന്റെ കൂലിയാണ്. അല്ലേ? അതുപോലെ സുന്നത്ത് ചെയ്താൽ സുന്നത്തിന്റെ കൂലിയാണ്. അതുപോലെ അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കുന്നിടത്തും ഉണ്ട്. അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചുകൊണ്ട് മൊഹീദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ, കാന്തപുരത്തെയും ചെറുശ്ശേരിയെയും അതുപോലുള്ള ആളുകളെയും അനുസരിച്ചുകൊണ്ട് മൊഹീദ്ദീൻ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശിർക്കും കുഫറുമായി നരകത്തുനിന്ന് കഴിച്ചിലാവൂല. അനുസരണം.
കാറന്നാസ് പറഞ്ഞനുസരിച്ച് പടച്ചമല്ല എന്ന് പറഞ്ഞാൽ, EMS പറഞ്ഞനുസരിച്ച് പടച്ചമല്ല എന്ന് പറഞ്ഞാലോ കാഫറായി, അല്ലേ? നിരീശ്വരവാദിയായി, കുഫറായി, അത് ശിർക്കാവൂല. അങ്ങനെ ബാപ്പ പറഞ്ഞിട്ട് സ്ത്രീധനം വാങ്ങിയാലോ അത് ഹറാമായി. മഗ്‌രിബിന് ശേഷം ദേഹേച്ഛ അനുസരിച്ച് ഉറങ്ങിയാലോ, മഗ്‌രിബിന് ശേഷം ഉറങ്ങരുത്, നായസാക്ക് മുമ്പ് ഉറങ്ങിയാലോ അത് കറാഹത്തായി, വെറുക്കപ്പെട്ടൊരു കാര്യമായി. നമ്മൾ ദേഹേച്ഛ അനുസരിച്ചുകൊണ്ടൊന്ന് മീശാടവി, വെറുതെ ഒന്നുമില്ല, അല്ലെങ്കിൽ തലചൊറിഞ്ഞ് നമ്മൾ ചൊറിച്ചിലുണ്ടായി, വെറുതെ ഒന്ന് മീശാടവി, എന്നാലോ ഒന്നുമില്ല, കൂലിയില്ല, കുറ്റമില്ല, ശരിയല്ലേ? ആണ്. അനുസരണല്ലേ? ഉണ്ട്. അപ്പോൾ അനുസരണം ഒരു കാലിച്ചാക്കാണ്. അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്നതാണ് വിഷയം. അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കൽ ശിർക്കാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തിനാണ് അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കൽ ശിർക്കാണെന്ന് പറയുന്നത്? ഈ ചങ്ങാതിമാര് ഗവൺമെന്റ് അനുസരിക്കരുതെന്ന് പറയാൻ, വേറുള്ളവരൊക്കെ അനുസരിക്കുന്നുണ്ട്, എന്നാ ഗവൺമെന്റ് അനുസരിക്കുന്നില്ലേ? ഉണ്ട്. അതുകൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാര് അല്ലെങ്കിൽ സിവിക്കാർ അല്ലെങ്കിൽ സോളിഡാരിറ്റിക്കാർ ആരാകട്ടെ, ഈ ഗവൺമെന്റിനെ അനുസരിക്കുന്നതിൽ എവിടെയാ കുറവുള്ളത്? നമ്മൾ അനുസരിക്കുന്ന ഏത് വിഷയത്തിലാണ് അവർ അനുസരിക്കാത്ത ഏതെങ്കിലും വിഷയമുണ്ടോ? നിങ്ങളൊന്ന് എഴുന്നേറ്റെന്ന് പറഞ്ഞോളി. ഏത് വിഷയത്തിലാണ് ഈ ചങ്ങാതിമാരെ ഗവൺമെന്റിനെ അനുസരിക്കാത്തത്? മാതാപിതാക്കളെ അനുസരിക്കാത്തത്, നാട്ടുകാരെ അനുസരിക്കാത്തത്, പോലീസിനെ അനുസരിക്കാത്തത്, ഹെഡ് മാസ്റ്ററെ അനുസരിക്കാത്തത്, പ്രിൻസിപ്പൽ അനുസരിക്കാത്തത്, സൂപ്രണ്ടിനെ അനുസരിക്കാത്തത്, മാനേജർ അനുസരിക്കാത്തത്? ഒന്നുമില്ല. പിന്നെ എന്തിനാ ഈ വടായി പറഞ്ഞു നടക്കുന്നത്? ഇല്ലാത്ത കാര്യം. അള്ളാഹിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. എന്തിനാ ഈ പറയണത്? അള്ളാഹു അല്ലാത്ത സകലതിനെയും അനുസരിക്കുന്നു ഇവർ. എല്ലാവരും അനുസരിക്കുന്ന പോലെ തന്നെ. പിന്നെ തെറ്റുകുറ്റങ്ങളുടെ കാര്യമാണെങ്കിലോ, സിനിമ കാണുന്ന കൂട്ടത്തിലും വീട്ടിൽ നിന്നായാലും അവിടുന്നായാലും സ്ത്രീധനം വാങ്ങുന്ന കൂട്ടത്തിലും തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ ചെയ്യുന്ന കാര്യത്തിലായാലും ആരുടെയും പിന്നിലൊന്നുമല്ല ആരും. ആണോ? അല്ല. പിന്നെന്താ വിശേഷം? എന്തിന് ഇങ്ങനെ ഒരു ആശയം പറയണം? അങ്ങനെ അള്ളാഹുവോ റസൂലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, പറഞ്ഞിട്ടില്ല, അത് നടപ്പാക്കാൻ കഴിയുന്ന കാര്യമാണോ? അള്ളാഹുവിനെ മാത്രം അനുസരിച്ച ഏതെങ്കിലും ഒരു ജമാഅത്തുകാരന്റെ പേര് പറയാൻ പോകും? അള്ളാഹുവിനെ മാത്രം അനുസരിച്ച ഇല്ല. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ഈ കാര്യം അനുസരിച്ച, ഈ കാര്യം അംഗീകരിച്ച, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച എത്ര ആളെ വേണം? 1.25 ലക്ഷം നബിമാർ, അവരുടെ കോടിക്കണക്കിന് അനുയായികൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1.5 ലക്ഷം സഹാബിമാർ, ലക്ഷക്കണക്കിന് താബീകൾ, താബീകൾ, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കാൻ അമേരിക്കയിലും ബ്രിട്ടനിലും ഇന്ത്യയിലും നേപ്പാളിലും ഭൂട്ടാനിലും സിക്കിമിലും എവിടെയും സാധിക്കും. രാജ്യം ഏതാകട്ടെ, ഭരണകർത്താവ് ആരാകട്ടെ, യജമാനൻ ആരാകട്ടെ, ഭർത്താവ് ആരാകട്ടെ, സൂപ്രണ്ടും മാനേജറും ഏത് ജാതിക്കാരനാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, ഏത് സത്യസിദ്ധാന്തക്കാരനാകട്ടെ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ ഏതൊരാൾക്കും സാധിക്കും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലുള്ള പ്രസ്ഥാനങ്ങളും ഇസ്ലാമിനെ എരപ്പാക്കി, ഇസ്ലാമിനെ അപ്രായോഗികമാക്കി, ഇസ്ലാം കഴിയൂല, കൊണ്ടടക്കാൻ കഴിയില്ല എന്ന് ഒരു തോന്നൽ വരുത്തിച്ചു. ഇതൊക്കെ എന്തിന്? അനാവശ്യമായ വ്യാഖ്യാനം. അപ്പോൾ ലളിതമായി മനസ്സിലാക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ഈ ആശയം എല്ലാവർക്കും കൊണ്ടുനടക്കാൻ പറ്റും. മറിച്ച് അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞിടത്തൊക്കെ റസൂലിനെ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു ദിവസം പോലും ജീവിക്കാൻ സാധ്യമല്ല. അടിമവേല അള്ളാഹു അല്ലാത്തവർക്ക് അനുവദനീയമാണോ? അടിമകൾ ഉണ്ടാകും, അടിമകൾ ഇനിയും ഉണ്ടാകും. ഇപ്പ ഇല്ല എന്ന് പറയാം, ഈ സെക്കൻഡിൽ ഇല്ല എന്ന് പറയാം. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ അവിടെ അടിമ ഉണ്ടാകും. പൊട്ടൻ രാജ്യങ്ങൾ പഠിച്ചിട്ടുള്ളത് ശത്രു രാജ്യങ്ങളിലെ തടവുകാരെ സൗകര്യങ്ങൾ കൊടുത്തിട്ട് ജയിലുകളിൽ വെച്ച് പൊറിപ്പിക്കുക, മരിക്കും വരെ തീറ്റ കൊടുക്കുക എന്ന വിഡ്ഢിത്തം മാത്രമാണ്, അല്ലെങ്കിൽ കൊല്ലുക എന്നത് മാത്രമാണ്. എന്നാൽ ഇസ്ലാമിന്റെ മഹനീയമായ സന്ദേശം വികാരങ്ങളും വിചാരങ്ങളുമുള്ള മനുഷ്യന്മാരെ, ആരോഗ്യവും ശക്തിയും ശേഷിയുമുള്ള മനുഷ്യന്മാരെ നമ്മളുടെ വീടുകളിൽ കൊണ്ടുവന്ന് അവർക്ക് പല അവകാശങ്ങളും സൗകര്യങ്ങളും നൽകിക്കൊണ്ട് അവർക്ക് ജീവിതം നൽകുക, അവർക്ക് വിവാഹത്തിന് അവസരം കൊടുക്കുക,
അടുത്ത തലമുറ തന്നെയും സ്വതന്ത്രരാകുന്ന വിധത്തിൽ സംവിധാനങ്ങൾ ഒരുക്കുക, അവരെ പിന്നീട് സ്വതന്ത്രരാക്കുക തുടങ്ങിയ അതിസുന്ദരമായ മഹനീയമായ ആശയങ്ങളാണ് അടിമത്ത സംവിധാനത്തിൽ, അടിമവേല സംവിധാനത്തിൽ ഇസ്ലാമിനുള്ളത്. അപ്പോൾ നാളെ അടിമകൾ ഉണ്ടാകാം. അപ്പോൾ അത് ഓലക്ക കാഫറാവോ? നമ്മളെ ഇന്ത്യ രാജ്യത്തെ മനുഷ്യന്മാരെ ഏതെങ്കിലും ഒരു രാജ്യം അടിമകളാക്കി കൊണ്ടുപോയാൽ നമ്മൾ അവരുടെ അടിമകളാകും. അപ്പൊ നമ്മൾ കാഫറാവോ? നമ്മൾ മുശ്രിക്കാവോ? ഇല്ല. നമ്മൾ അള്ളാഹുവിന്റെ അടിമയായിക്കൊണ്ട് നമ്മളെ പിടിച്ചു കൊണ്ടുപോയി അടിമകളാക്കിയ രാജ്യത്തെ യജമാനന്മാരുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ 2 കൂലിയാണ് കിട്ടാൻ പോകുന്നത്.